വൺസ് അഗെയിൻ വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ ഇന്നലെയാണ് നിങ്ങൾക്ക് 6th സെമസ്റ്റർ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള അധ്യയന വർഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അധ്യയന വർഷമായിരുന്നു കഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ ഒരു കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈനും ഓഫ്ലൈനും കൂടിയായിരുന്നു കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലർക്കും പല സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ 5 മൊഡ്യൂളുകളും ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പരിശോധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങളെ പ്രധാനമായി 3 തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഓപ്പറേഷൻ, സെക്കൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, തേർഡ് വൺ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് OM. സോ നമുക്ക് എന്താണ് ഓപ്പറേഷൻ എന്നുള്ളത് പരിശോധിക്കാം. ഓപ്പറേഷനെ നമ്മൾ വീണ്ടും 2 തരംതിരിച്ചിട്ടുണ്ട്, മീനിങ് ആൻഡ് ഫീച്ചർ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2017 ഫൈനൽ എക്സാമിന് BBAയുടെ ഫൈനൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഓപ്പറേഷൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് വഴി 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഓപ്പറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിച്ചത്, ഓപ്പറേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ലെതറിനെ നമ്മൾ ഷൂ ആക്കി മാറ്റുന്നു. ഇൻപുട്ട് എന്ന് പറയുന്നത് ലെതറാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഷൂ ആണ്. സോ അങ്ങനെ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ലെതറിനെ ഷൂ ആക്കി മാറ്റുമ്പോൾ നമ്മൾ ലേബർ, മെഷീൻസ്, റോ മെറ്റീരിയൽസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. The operation is the system of converting input into output. The input consists of labor, machine, raw material, and the output is the finished product or service. So ഓപ്പറേഷൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായല്ലോ. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്, ഓപ്പറേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേബേഴ്സും മെഷീനറിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിലുള്ള ലെതറിനെ നമ്മൾ ഷൂ ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനെ നമ്മൾ പ്രൊഡക്ഷൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് നമ്മൾ എന്തുകൂടി വിളിക്കും, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ്റെ ഫീച്ചേഴ്സ്, ഓപ്പറേഷൻ്റെ പ്രത്യേകതകൾ 4 ഫീച്ചേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തേത് ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ നമുക്ക് 2 പേഴ്സ്പെക്റ്റീവിലൂടെ പറയാം. ദ എസൻസ് ഓഫ് ദ ഓപ്പറേഷൻ ഈസ് ടു ക്രിയേറ്റ് വാല്യൂ ഫോർ ദ കസ്റ്റമേഴ്സ് ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് എ റീസണബിൾ പ്രൈസ്. ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ വഴി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വഴി കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസിൽ നൽകുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ നല്ല സാധനങ്ങൾ നൽകുമ്പോൾ കസ്റ്റമേഴ്സിലേക്ക് എന്ത് ഉണ്ടാകുന്നുണ്ട്, വാല്യൂ, പെർസീവ്ഡ് വാല്യൂ എത്തിച്ചേരുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പെർസെപ്ഷൻ, ഒന്നാമത്തെ ഏരിയ. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കസ്റ്റമേഴ്സിലേക്ക് വാല്യൂ എത്തുന്നുണ്ട്. കസ്റ്റമേഴ്സിലേക്ക് വാല്യൂ എത്തുന്നത് എങ്ങനെയാണ്, ക്വാളിറ്റി പ്രോഡക്റ്റ്, നല്ല പ്രോഡക്ട്സ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുമ്പോഴാണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് വാല്യൂയുടെ പോയിന്റിലും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ ഒരു ലെതറിൻ്റെ വാല്യൂ ആണോ, ഇൻപുട്ടിൻ്റെ വാല്യൂ ആണോ ഔട്ട്പുട്ടിന് ഉണ്ടാകുന്നത്, അതായത് ലെതറിൻ്റെ വാല്യൂ ആണോ ഷൂവിന് ഉണ്ടാകുന്നത്. നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുമ്പോൾ അവിടെ മാർക്കറ്റ് വാല്യൂവിനും എന്തുണ്ടാകുന്നുണ്ട്, വ്യത്യാസം ഉണ്ടാകുന്നില്ലേ. സോ ഈ ഒരു രീതിയിലും എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. രണ്ടാമത്തേത് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ടീം വർക്ക്. ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മളതിനെ ഔട്ട്പുട്ടാക്കി മാറ്റുമ്പോൾ, ഒരു റോ മെറ്റീരിയലിനെ ഔട്ട്പുട്ടാക്കി മാറ്റുമ്പോൾ അവിടെ നമുക്ക് ടീം വർക്ക് അത്യാവശ്യമാണ്. നമ്മൾ എംപ്ലോയീസിൻ്റെ സഹായം തേടുന്നുണ്ട്, അവിടെ മാനേജ്മെൻ്റ് ഉണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവയൊക്കെ എന്താണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അല്ലെങ്കിൽ ടീമാണ്. അതുകൊണ്ട് തന്നെ ടീം വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷനിൽ അത്യന്താപേക്ഷികമാണ്.
തേർഡ് വൺ ആസ്പെക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ. ഒരു ടെക്നോളജിക്കൽ ആപ്ലിക്കേഷനിൽ പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ ദ ടെക്നിക്കൽ ആപ്ലിക്കേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ അപ്രോച്ചസ് മെയ്ഡ് ദ ഇംപ്രൂവ് ദ ക്വാളിറ്റി ലൈക്ക് കൈസൺ, ക്വാളിറ്റി സർക്കിൾ, TQM എക്സെട്ര. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനേജ്മെൻറ്റും കോസ്റ്റ് ടെക്നോളജീസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓപ്പറേഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്നാമത് പറയുന്നത് കൈസൺ ആണ്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ലാസ്റ്റ് മൊഡ്യൂൾ പഠിച്ചതാണ് കൈസൺ. കൈസൺ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് ടെക്നോളജിയാണ്. കൈസൻ്റെ അർത്ഥം ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, കൈസൺ ടെക്നിക്ക് അല്ലെങ്കിൽ കൈസൺ കോസ്റ്റ് ടെക്നിക്ക് എന്ന് പറയും. ഇതൊരു ജപ്പാനീസ് ഫിലോസഫിയാണ്. ജപ്പാനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. രണ്ടാമത്തേത് ക്വാളിറ്റി സർക്കിളാണ്. ക്വാളിറ്റി സർക്കിളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വാളിറ്റി സർക്കിൾ എന്തായിരുന്നു, എംപ്ലോയീസിൻ്റെ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പായിരുന്നു. അവിടെ വെച്ച് എംപ്ലോയീസ് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ കണ്ടെത്തുന്നു. മൂന്നാമത്തെ TQM ആണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയും. TQMൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 360 ഡിഗ്രി സൊല്യൂഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ 360 ഡിഗ്രി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ ടോട്ടൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ആയിരുന്നു ഏത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. സോ ആസ്പെക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷനിൽ പറയുന്ന കാര്യം, നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായുള്ള മാനേജ്മെൻറ്റ് ടെക്നോളജീസും അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നത് കൈസൺ, ക്വാളിറ്റി സർക്കിൾ, TQM. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്കല്ലാതെയും ചോദിക്കും, ഡിഫൈൻ കൈസൺ, വാട്ട് ഡു യു മീൻ ബൈ ക്വാളിറ്റി സർക്കിൾ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ക്വാളിറ്റി സർക്കിൾ എന്നുള്ള രീതിയിലും ചോദിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഈ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളുകളിൽ പഠിക്കുന്നുണ്ട്. തേർഡ് ഫീച്ചർ, കമ്പയറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രൊഡക്ട്സ് ആർ ഹൗഎവർ ഈസ് എ മിക്സ്ചർ ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആസ്പെക്ട്സ്. വി ഹാവ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഗുഡ്സ്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗുഡ്സ് ആവാം അല്ലെങ്കിൽ സർവീസ് ആവാം. അതായത് ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആവാം, ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആവാം. ഇത് രണ്ടും തമ്മിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് എന്താണ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ഇമോഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാണ് സാധിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഓപ്പറേഷൻ വഴി നമുക്ക് ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, അത് രണ്ടും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ സാധിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ 4 ഫീച്ചേഴ്സും കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് ക്രിയേറ്റ് വാല്യൂസ് ആയിരുന്നു, രണ്ടാമത്തേത് ഫോക്കസ്ഡ് ഓൺ ടീം വർക്ക്, മൂന്നാമത്തേത് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ, നാലാമത്തേത് കമ്പയറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഈ ഒരു 4 പോയിൻറ്റ്സും നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക, പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലേക്കാണ് കടക്കുന്നത്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആസ് എ സിസ്റ്റം, ഓപ്പറേഷൻ സ്ട്രാറ്റജി, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്, ഫങ്ഷൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ മീനിങ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഡെഫിനിഷൻ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. ഇവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള നോർമൽ ആൻഡ് ഗ്രെഗിൻ്റെ ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. അക്കോർഡിംഗ് ടു നോർമൽ ആൻഡ് ഗ്രെഗ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഓർ സിസ്റ്റം വിച്ച് കൺവേർട്ട് ഇൻപുട്ട് ഇൻ ടു ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വഴി ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്ഷൻസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെയുള്ള ഇൻപുട്സിനെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഔട്ട്പുട്ട് ആക്കിയിട്ട് പ്രൊഡക്റ്റോ സർവീസോ ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡെഫിനിഷൻ തന്നെ നിങ്ങൾക്ക് മീനിങ് ആയിട്ടും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മീനിങ് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഡെഫിനിഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക.
അടുത്തത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആസ് എ സിസ്റ്റം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനെ ഒരു സിസ്റ്റം എന്ന് വിളിക്കുന്നത്? എന്താണ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ? സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് എ സിസ്റ്റം ഈസ് എ കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് കോമ്പണൻസ് എന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പണൻസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റം രൂപപ്പെടുന്നത്. നിങ്ങൾ എക്കോ സിസ്റ്റം എന്ന് കേട്ടിട്ടില്ലേ? എക്കോ സിസ്റ്റത്തിൽ എന്തുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പണൻസ് ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനെ സിസ്റ്റം എന്ന് വിളിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും 4 കോമ്പണൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 4 ഐറ്റംസ് ആണുള്ളത്. ഒന്നാമത്തേത് ഇൻപുട്ടാണ്. ദസ് ആർ ദ കീ റിസോഴ്സ് നീഡഡ് ടു ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓർ പ്രൊഡക്ഷൻ. ഇറ്റ് കംപ്രൈസ് ലേബർ, റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, മെഷീൻ ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, മെഷീൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാറിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ചിത്രത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. കാറിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഉരുക്ക്, എംപ്ലോയീസ്, മെഷീനറി ഒക്കെയാണ് എന്ത് ഇൻപുട്ടായിട്ട് വരുന്നത്. പ്രോസസ്, ഇറ്റ് ഇൻവോൾവ്സ് ദ ആക്ടിവിറ്റീസ് വിച്ച് ഫോക്കസ്ഡ് ഓൺ കൺവേർട്ടിംഗ് ദ ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഫങ്ഷൻസ് ലൈക്ക് ഫെസിലിറ്റീസ് പ്ലാനിങ്, കപ്പാസിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ. പ്രോസസ്സിൽ വരുന്നത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഏത് തരം പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെന്ത് വരുന്നുണ്ട്, ഫെസിലിറ്റീസ് പ്ലാനിങ് വരുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് പ്ലാന്റിൽ കൺവേർട്ട് ചെയ്യുന്നത്, കപ്പാസിറ്റി പ്ലാനിങ് വരുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോൾ വരുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ഗുഡ്സ് ആണ്. നമ്മുടെ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് കാറാണ്. ലാസ്റ്റ് വൺ ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്കിൽ പറയുന്നത് എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, നമ്മൾ ഈ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുമ്പോൾ അതിനെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ടോ, നമ്മളെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു ഫീഡ്ബാക്കിൽ പറയുന്നത്. സോ ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫീഡ്ബാക്കിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനെ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കാരണം ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ 4 പ്രധാനപ്പെട്ട കോമ്പണൻസ് ഉണ്ട്. ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് എന്നിവയാണവ. ഇവ 4 കൂടി ചേർന്നാലാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനെ ഒരു സിസ്റ്റം എന്ന് വിളിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഓപ്പറേഷൻ സ്ട്രാറ്റജി. നമ്മൾ ഓപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം പ്ലാനാണ്. എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഷോർട്ട് ടേം പ്ലാനിനെയായിരുന്നു നമ്മൾ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യണം, ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് ടേം പ്ലാനാണ് സ്ട്രാറ്റജി. ഓപ്പറേഷൻ സ്ട്രാറ്റജി അന്നേരം എന്തായിരിക്കും, ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് വളരെ കൃത്യമായിട്ട് നടത്താൻ വേണ്ടി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഷോർട്ട് ടേം പ്ലാനാണ് എന്ത്, ഓപ്പറേഷൻ സ്ട്രാറ്റജി. ഓപ്പറേഷൻ സ്ട്രാറ്റജി ഈസ് ദ പ്ലാൻ ദാറ്റ് സ്പെസിഫൈ ദ ഡിസൈൻ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ് ടു സപ്പോർട്ട് ബിസിനസ് സ്ട്രാറ്റജി. അതായത് ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസ് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക, കൃത്യമായിട്ട് ലൊക്കേഷൻ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫെസിലിറ്റീസ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക, വർക്കേഴ്സിൻ്റെ ടാലൻറ്റ് പൊട്ടൻഷ്യലൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് ഓപ്പറേഷൻ സ്ട്രാറ്റജീസിൽ വരുന്ന കാര്യം. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത് വ്യക്തമായില്ലേ? അതായത് ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്ഷൻസ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓപ്പറേഷൻ സ്ട്രാറ്റജീൻ്റെ ലക്ഷ്യം. അതിൽ ലൊക്കേഷൻ സൈസ് ഡിറ്റർമൈൻ ചെയ്യണം, ടൈപ്സ് ഓഫ് ഫെസിലിറ്റി അവൈലബിൾ, വർക്കേഴ്സ്, സ്കിൽസ് ആൻഡ് ടാലൻറ്റ് റിക്വയർഡ്, യൂസ് ഓഫ് ടെക്നോളജി, സ്പെഷ്യൽ പ്രോസസ് നീഡഡ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അടുത്തതായിട്ട് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. 15 മാർക്കിന് നിങ്ങൾക്കിപ്പോൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു കൊറോണയുടെ സാഹചര്യം മൂലം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള 10 മാർക്കായിരിക്കും. 15 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പിനെ നമ്മൾ 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ലോങ് ടേം സ്ട്രാറ്റജി ഡിസിഷൻ ആൻഡ് ഓപ്പറേഷണൽ ഡിസിഷൻ.
നമ്മൾ നോട്ടിൽ എഴുതിയത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ 13 പോയിൻറ്റ്സ്, ഈ ഒരു കമ്പാരിസൺ ഇല്ലാതെ 13 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 13 പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ലോങ് ടേം സ്ട്രാറ്റജിക് ഡിസിഷൻ. ലോങ് ടേം സ്ട്രാറ്റജിക് ഡിസിഷനിലെ 4 പോയിൻ്റാണ് വരുന്നത്. കപ്പാസിറ്റി പ്ലാനിങ്, ഫെസിലിറ്റീസ് ലൊക്കേഷൻ, പ്രൊഡക്റ്റ് ഡിസൈൻ, പ്രോസസ് ഡിസൈൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് കപ്പാസിറ്റി പ്ലാനിങ് ആണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എ സിസ്റ്റം ഈസ് കേപ്പബിൾ ഓഫ് അച്ചീവിങ് ഓവർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ഔട്ട്പുട്ടിനെ ആണ് കപ്പാസിറ്റി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജർ ഷുഡ് കൺസിഡർ ബോത്ത് റിസോഴ്സ് ഇൻപുട്ട് ആൻഡ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട്. കപ്പാസിറ്റി പ്ലാനിങ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു അളവ് മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കപ്പാസിറ്റി പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഒപ്റ്റിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഗനൈസേഷൻ്റെ സെറ്റപ്പിനെ മാറ്റുന്ന ഈ ഒരു പ്രോസസ്സാണ് എന്ത്, കപ്പാസിറ്റി പ്ലാനിങ്. രണ്ടാമത്തേത് ഫെസിലിറ്റീസ് ലൊക്കേഷൻ. ദ സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ഈസ് എ കീ ഡിസിഷൻ ആസ് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ ബിൽഡിംഗ് ആൻഡ് പ്ലാൻസ്. ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ പ്ലാൻസും മെഷീനറിയും കൃത്യമായ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൃത്യമായ സ്ഥലത്ത് പ്ലാന്റും മെഷീനറീസും സെറ്റപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ കേസാണെങ്കിലും മെഷീനറിയുടെ കേസിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയില്ല, ഇറിവേഴ്സിബിൾ ഡിസിഷനാണ്. അതുകൊണ്ട് ലൊക്കേഷൻസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ദ ലൊക്കേഷൻ ഓഫ് ദ പ്ലാൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ കമ്പനീസ് എക്സ്പാൻഷൻ പോളിസി. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കമ്പനിയുടെ എക്സ്പാൻഷൻ പോളിസി കൂടിയാണ്. അതായത് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ബിസിനസ് വ്യാപിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ് കൂട്ടുന്നുണ്ടോ, ഈ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ഏരിയ പ്രൊഡക്റ്റ് ഡിസൈൻ ആണ്. എവറി ഫേം ഹാസ് ടു ഡിസൈൻ, ഡെവലപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ആസ് എ സർവൈവൽ ആൻഡ് ഗ്രോത്ത് സ്ട്രാറ്റജി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റിനെ കൊണ്ട് സാധിക്കുമോ, ഈ ഒരു രീതിയിലാണോ ഡിസൈൻ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇറ്റ് ഡീൽസ് വിത്ത് ദ കൺവേർഷൻ ഓഫ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസിനെ റിയാലിറ്റിയിലേക്ക് എത്തിക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് ഇത് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. നാലാമത്തേത് പ്രോസസ് ഡിസൈനാണ്. പ്രോസസ് ഡിസൈനിൽ പറയുന്നത് എന്താണ്, പ്രോസസ് സെലക്ഷൻ റെഫേഴ്സ് ടു ദ സ്ട്രാറ്റജിക് ഡിസിഷൻ ഓഫ് സെലക്ടിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രോസസ്സ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓയിൽ മില്ലാണെങ്കിൽ അവിടെ എണ്ണ ഉണ്ടാക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മികച്ച ടെക്നോളജി എന്ത് ചെയ്യണം, ഇവിടെ യൂസ് ചെയ്യണം. അതാണ് പ്രോസസ് ഡിസൈനിൽ പറയുന്നത്. ലോങ് ടേം സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 എണ്ണവും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. അടുത്തത് ഓപ്പറേഷണൽ ഡിസിഷനാണ്. ഓപ്പറേഷണൽ ഡിസിഷനിൽ ടോട്ടൽ 6 ഏരിയാസാണുള്ളത്. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അതായത് ഓപ്പറേഷൻ ഡിസിഷനിൽ നമ്മൾ പറഞ്ഞത് ഡേ ടു ഡേ ഡിസിഷനാണ്. മറ്റേതെന്താണ്, ലോങ് ടേം ഡിസിഷനാണ്. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ദ പ്രൊഡക്ഷൻ ഇൻ അഡ്വാൻസ്. എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നുള്ളത്, ഡേ ടു ഡേ വർക്ക്, ഡേ ടു ഡേ റുട്ടീൻ എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഫിക്സിംഗ് ദ സ്റ്റാർട്ടിംഗ് ടൈം ആൻഡ് ഫിനിഷിംഗ് ഡേറ്റ് ഫോർ ഈച്ച് ഐറ്റം ടു ഗിവൺ പ്രൊഡക്ഷൻ ഓർഡർ ടു ഷോപ്സ് ആൻഡ് ടു ഫോളോ അപ്പ് ദ പ്രോഗ്രസ് ഓഫ് പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു ഓർഡർ. ഓർഡറിനനുസരിച്ച് സാധനങ്ങൾ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും
അത് ഫിനിഷ് ചെയ്യേണ്ട ഡേറ്റൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൽ പറയുന്നത്. രണ്ടാമത്തേത് പ്ലാൻ ലേ ഔട്ടാണ്. ആസ് ദ നെയിംസ് സജസ്റ്റ്, പ്ലാൻ ലേ ഔട്ട് ഈസ് ദ ഗ്രൂപ്പിംഗ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പേഴ്സണൽ മെഷീൻസ്, എക്യുപ്മെൻറ്റ്, സ്റ്റോറേജ് സ്പേസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. അതായത് ഓരോ ഓർഗനൈസേഷനിൽ എങ്ങനെ മെഷീൻസ്, എങ്ങനെ എക്യുപ്മെൻറ്റ്സ്, എങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാൻ ലേ ഔട്ട്. പ്ലാൻ ലേ ഔട്ടിൽ മെഷീനറീസ് എവിടെ വെക്കണം, എവിടെ എക്യുപ്മെൻറ്റ് കൃത്യമായിട്ട് സൂക്ഷിക്കണം, സ്റ്റോറേജ് സ്പേസ് എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നുണ്ട്. വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. മൂന്നാമത്തേത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള മെറ്റീരിയൽസ്, അത് ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, തുടങ്ങിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം വൺ ഗോ ഡൗൺ ടു അനദർ. അതായത് ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് എങ്ങനെയാണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ്, യൂസ് ആൻഡ് കൺട്രോൾ ഓഫ് റോ മെറ്റീരിയൽസ് വിച്ച് ഈസ് റിക്വയർഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, റോ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ റോ മെറ്റീരിയൽസ് അക്വയർ ചെയ്യണം, ട്രാൻസ്പോർട്ട്, സ്റ്റോറ്, വെയർഹൗസ് തുടങ്ങിയ കാര്യങ്ങളാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ ആണ്. ക്വാളിറ്റി കൺട്രോൾ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കീപ്പിംഗ് ആൻ ഇൻറ്റൻഡഡ് ലെവൽ ഓഫ് ക്വാളിറ്റി. അതായത് ഒരു ഓർഗനൈസേഷനിൽ മിനിമം ലെവൽ ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ടുള്ള ഡാമേജ് ഒക്കെ മിനിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. അതായത് മെഷീനറി നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻസ് ഇൻട്രപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഡൗൺ ടൈം, ബ്രേക്കേജ് തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുക. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ സ്കോപ്പൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഒബ്ജക്റ്റീവ്. നിങ്ങൾ ഈ ഒരു 11 പോയിൻറ്റും നേരത്തെ പഠിച്ച 10 പോയിൻറ്റും ഈ ഒരു 11 പോയിൻറ്റും ഉറപ്പായിട്ടും പഠിക്കണം. ഫസ്റ്റ് വൺ, മാക്സിമം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വഴി എംപ്ലോയീസിന് കിട്ടുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുവഴി എംപ്ലോയീസിൻ്റെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ലോഡ് കുറയും, അതുവഴി സാറ്റിസ്ഫാക്ഷൻ കൂടും. സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ കൂടുമ്പോൾ അവർ മാക്സിമം പണിയെടുക്കും. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടും, ഔട്ട്പുട്ട് കൂടും. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അവരുടെ മൊറയിൽ കൂടും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പോയിൻറ്റും റിലേറ്റ് ചെയ്ത് പഠിക്കുക. നാലാമത്തേത് മിനിമം പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഈ ഒരു ടൈമിനെയാണ് പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് എല്ലാം വളരെ ഉത്സാഹിച്ച് പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു സമയത്തിന് കുറവുണ്ടാകുന്നുണ്ട്. ഇതുവഴി കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. മാക്സിമം പോസിബിൾ പ്രോഫിറ്റ് ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടും, എഫിഷ്യൻസി കൂടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും കൂടും. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുന്നുണ്ട്. കൺസേൺ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ ഭൂമിയുടെ ഘടനയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നാച്ചുറിന് ഒരു പരിധി വരെ സംരക്ഷിക്കാൻ നമുക്ക് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വഴി സാധിക്കുന്നുണ്ട്. ഏഴാമത്തേത് മാക്സിമം പോസിബിൾ പ്രൊഡക്ടിവിറ്റിയാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എട്ടാമത്തേത് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിന് നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റ് നൽകുന്നുണ്ട്, കുറഞ്ഞ കോസ്റ്റിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സ്ക്രാപ്പ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി കൂടുതലായിരിക്കും. മിനിമം പോസിബിൾ ഇൻവെൻട്രി ലെവൽസ്. അതായത് ഇൻവെൻട്രി ലെവൽ, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ സൂക്ഷിക്കേണ്ട ഇൻവെൻട്രിയുടെ അളവ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും.
ലാസ്റ്റ് വൺ, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ കൈൻഡ് ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. സോ ഇന്ന് ഈ ഒരു ഒബ്ജക്റ്റീവ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൻ്റെ ബേസിൽ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. താങ്ക് യു.